ഹലോ, ഇന്നത്തെ നമ്മളെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോഴത്തെ കുഞ്ഞാപ്പൂൻ്റെ പിറന്നാളാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ അമ്മയും മക്കളും കൂടെ അമ്പലത്തിൽ പോവാണ്. കുഞ്ഞാപ്പൂൻ്റെ ബർത്ത്ഡേ ഉടുപ്പാണ് കേട്ടോ അത്. എല്ലാ പ്രാവശ്യം ഒക്കെ ഇങ്ങനത്തെ ഉടുപ്പ് ഞാൻ മേടിക്കൽ അധികം കുറവായിരുന്നു. ഈ ബർത്ത്ഡേ ടൈമിനാട്ടോ ഇങ്ങനത്തെ ഉടുപ്പ് അധികം മേടിക്കൽ. അല്ലാണ്ട് മേടിക്കുമ്പോൾ എടുത്തുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിൽ പോയി തൊഴുത് വന്ന് കുഞ്ഞാപ്പൂൻ്റെ കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മേടിച്ചു. പിന്നെ നേരെ ചിക്കൻ കടയിലേക്കാണ് കേട്ടോ പോയത്. ചിക്കൻ കടയിൽ പോയി ചിക്കനൊക്കെ മേടിച്ചു. വീട്ടിൽ വന്ന് ഇവർ മുട്ടായി കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അടുത്തുള്ള വീട്ടിലൊക്കെ കൊണ്ടുപോയി മുട്ടായിയൊക്കെ കൊടുത്തു. പിന്നെ ഇന്ന് രാവിലെ തൊട്ടേ കറണ്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫ്ലാഷൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. നമ്മൾ അടുക്കളയിൽ ക്ലിയർ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ചിക്കൻ കറിയും നെയ്ച്ചോറും വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഞാൻ നെയ്ച്ചോറ് അങ്ങനെയെങ്കിലൊന്നും ഞങ്ങളുടെ വീട്ടിൽ വെക്കലില്ല. എന്താ വെച്ചാൽ ഞാനും കഴിക്കില്ല. പിന്നെ എപ്പോഴും നെയ്ച്ചോറ് അങ്ങനെ വെക്കലുമില്ല. വല്ലപ്പോഴും ഇവർക്ക് വേണമെങ്കിൽ പാർസൽ കൊണ്ടു കൊടുക്കുന്നല്ലാണ്ട് വല്ല വിശേഷ ദിവസങ്ങളൊക്കെ നമ്മളിവിടെ സദ്യ ആയിരിക്കും. നെയ്ച്ചോറ് ചിക്കൻ അങ്ങനെ കുറവായിരിക്കും. ഇങ്ങനെ പെരുന്നാൾ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നെയ്ച്ചോറ് വെക്കലുള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ കറിക്ക് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വാട്ടിയിട്ടുണ്ട്. അന്നേരം അതിൻ്റെ അകത്തേക്ക് ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടിടുക കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ കറിക്ക് നല്ലൊരു കളറുണ്ടാവും. നമ്മൾ അതിലേക്ക് തന്നെ ഞാൻ എളുപ്പത്തിന് അതിൻ്റെ അകത്തേക്ക് തന്നെ ഇട്ടിട്ട് വാട്ടിയിട്ടാട്ടോ എപ്പോഴും ചെയ്യൽ. ഇങ്ങനെയും ചെയ്യും അങ്ങനെയും ചെയ്യും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു കളറുണ്ടാവും കറിക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ കളറിന് കുറവൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ കളർ കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളൂ. ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. അതും കൂടെ നമ്മളെ വാട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെ ചിക്കൻ കറിയിൽ പിന്നെ എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമാണ് ഉരുളക്കിഴങ്ങ്. ഇന്ന് അധികം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ല കേട്ടോ. 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ളൂ. അതിന് കാരണം വെച്ചാൽ ഇന്ന് അധികം ചാറായിട്ട് വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുറച്ച് ചാറ് കുറച്ചാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചിക്കൻ കറി നേരത്തെ കഴിയുകയും ചെയ്തു കേട്ടോ. ചിക്കന് നമ്മൾ അധികം മേടിക്കലൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ചിക്കൻ മേടിക്കുള്ളൂ. എപ്പോഴൊന്നും മേടിക്കലില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ചിക്കൻ ഒന്നാമത്തെ വെയിലിൻ്റെ ടൈമല്ലേ, അതായത് ചൂടല്ല വിചാരിച്ച ചിക്കൻ വേനൽക്കാലത്ത് അധികം മേടിക്കൽ കുറവാണ്. വയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവേണ്ട ചൂടല്ല വിചാരിച്ചിട്ട്. കുഞ്ഞാപ്പൂന് അധികം ഇറച്ചി സംഭവങ്ങളൊന്നും അധികം ദഹനത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അവൾക്ക് ദഹിക്കില്ല. ചിക്കൻ കണ്ടാൽ അവൾക്ക് വേണം താനും. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. കറണ്ടിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുടും മറയൊക്കെ ആയിട്ട് വരുന്നത്. അത് നമ്മൾ ചിക്കൻ നന്നായിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ലേശം കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പും പാകത്തിനാക്കിയിട്ട് വേവിക്കാൻ വെക്കുക കേട്ടോ. ചട്ടിയിലായതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. ഇത് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ നെയ്ച്ചോറിൻ്റെ പണിയെടുത്താൽ കേട്ടോ. നെയ്ച്ചോറ് എല്ലാവരും വെക്കും പോലെ കറക്റ്റായിട്ടൊന്നും വരുമൊന്നുമില്ല കേട്ടോ. ചില സമയം ലെക്കിനൊക്കെ കറക്റ്റായിട്ട് വരും. ഇന്നത്തെ ചോറ് ലേശം ഒന്ന് വെന്ത് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ തണുത്ത് കഴിഞ്ഞപ്പോൾ റെഡിയായി കേട്ടോ. പുറത്തടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. ഞാനിത് വെള്ളം തിളപ്പിക്കാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. 1 കിലോ അരിൻ്റെ ആട്ടോ വെക്കുന്നുള്ളൂ. നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരോടും പറഞ്ഞിട്ട് വിളിച്ചിട്ടൊന്നുമില്ല. നമുക്ക് മാത്രമല്ലേ വേണ്ടുള്ളൂ വെച്ചിട്ട് ലേശം വെക്കുന്നുള്ളൂ കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വെച്ച് പിന്നെ ഉള്ളി ഒന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ലേശം ഇത് ഉള്ളി വറുത്ത് വെക്കാനും ഇതിൽ ലേശം ഒന്ന് മൂപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളി എടുത്തത്. ഉള്ളി വറുത്തത് ലേശം കൂടുതലുണ്ടായിരുന്നു. അന്നേരം ഞാൻ എന്തൊക്കെയാണ് ചിക്കൻ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളി വറുത്തതും കൂടെ അങ്ങോട്ട് ഇട്ട് മിക്സാക്കിയപ്പോൾ അന്നേരം നമ്മളെ ഉള്ളി വറുത്തതും കൂടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക എല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ച് 2 മണി പെരുംജീരകവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ലേശം ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരിക്കുന്ന അരിയെടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും കേട്ടോ. ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് ഞാൻ തിളച്ച വെള്ളം ഒഴിക്കൽ. എല്ലാവരും ഇങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ വെക്കുന്നത്. എനിക്ക് ആദ്യം നെയ്ച്ചോറ് വെക്കാനേ അറിയില്ലായിരുന്നു. ഷാൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കുന്നത്. അവൻ ഇങ്ങനെ ഇവിടെ അധികം പരിപാടി ഉണ്ടെങ്കിൽ അവനാട്ടോ വെക്കുക. അവൻ വെക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. എനിക്കറിയില്ല. ഞാൻ കുക്കറിലൊക്കെ ഇട്ടിട്ട് ചെയ്യലുണ്ട് ചില സമയങ്ങളിൽ. യൂട്യൂബിൽ നോക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പ്രാവശ്യമൊക്കെ ചെയ്തിട്ടൊന്നും എനിക്ക് റെഡി ആവുന്നുണ്ടായില്ല. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവും മിസ്റ്റേക്കും എന്തെങ്കിലുമൊക്കെ വരും കേട്ടോ. ചില സമയങ്ങളിൽ ഇപ്പം കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിലല്ല അതൊരു നേക്കിന് വരുള്ളൂ. നമ്മൾ പിന്നെ കൊല്ലത്തിൽ 1-2 തവണയേ ചെയ്യലുള്ളൂ. ഇവിടെ എല്ലാവർക്കും സദ്യനോടാണ് താല്പര്യം. പിന്നെ ഓണവും വിഷുവൊക്കെ വരുമ്പോൾ സദ്യയല്ലേ നല്ലത് വിചാരിച്ചിട്ട് ഇതിനോട് അങ്ങനെ മെനക്കെടാറില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇവർ പിന്നെ ബിരിയാണി കഴിക്കണം തോന്നുമ്പോൾ ഇവർക്ക് പാർസൽ കൊണ്ടു കൊടുക്കല. ഇവർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നും എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ല. ഷാണിന് പിന്നെ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ഷാണിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. കുട്ടികൾക്കും സദ്യനോടാണ് കൂടുതൽ ഇഷ്ടം. അന്നേരം 1 കപ്പ് അരിയാണ് ഉണ്ടായിരുന്നത്. 1 കിലോ അരിയല്ല, നമ്മളെ കപ്പിന് കറക്റ്റാണ് കേട്ടോ. അന്നേരം ആ കപ്പിന് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം ഉപ്പും കറക്റ്റാക്കി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ലേശം ചെറുനാരങ്ങേൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അവിടെ മൂടി വെക്കും കേട്ടോ. മൂടി വെച്ച് ഒന്ന് വറ്റി ഒരുവിധം പാകത്തിന് വേവായിട്ട് വരുമ്പോൾ ഞാൻ എന്താ പറയുക കനലെല്ലാം കോരിയിട്ട് മൂടീൻ്റെ മുകളിലേക്കിട്ട് അടിയിൽ തീ കെടുത്തിയിടും.
അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അന്നേരത്തേക്ക് എന്തൊക്കെയോ ഇതിലങ്ങ് പോയി. കുഞ്ഞാപ്പൂ ഫോൺ എടുക്കുക എന്തൊക്കെയൊക്കെയോ സംഭവിച്ചു കേട്ടോ. അന്നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അതങ്ങ് പോയി. ഇവിടെ കുഞ്ഞാപ്പൂ എന്തൊക്കെയോ കുരുത്തക്കട ഒപ്പിക്കുന്നുണ്ട് കേട്ടോ പുറത്ത്. കുഞ്ഞാപ്പൂ ഞാൻ പുറത്ത് പുകയായിട്ട് ലേശം കൊതുകായിട്ട് പുകയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അതിൻ്റെ അകത്ത് എന്തൊക്കെയോ കുരുത്തക്കട ഒപ്പിക്കുന്നുണ്ട്. ആൾ ഭയങ്കര കുരുത്തക്കടാണ് കേട്ടോ. കുരുത്തക്കട് എന്ന് പറഞ്ഞാൽ പെരും കുരുത്തക്കട. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ ചേച്ചിമാരൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ പുള്ളിക്കാരത്തി എന്തൊക്കെ ആക്കുന്നൊന്നും അറിയില്ല. ഞാനും അവളുമായിട്ട് നന്നായി അംഗം വെട്ടേണ്ടി വരും. വൈകുന്നേരം ഇവർ വന്ന് പഠിക്കാനൊക്കെ ഇരിക്കുമ്പം ഇവിടെ പെരും അടിയാവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. കാരണം ഇപ്പോൾ തന്നെ അവരൊരു പേനയോ ബുക്കോ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ അവർക്ക് വേണമെന്നുള്ള വാശിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫോണൊക്കെ പൊന്നൂസ് പഠിക്കാനും ഇതിന് ഇവർ ഹോംവർക്ക് ചെയ്യാനൊക്കെ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വേണമെന്നുള്ള വാശി വരും. എല്ലാം കൊണ്ടും നമ്മളിനി പെടാൻ പോകുന്നൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ കറിയെല്ലാം ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നൊരു വിശേഷം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ എറണാകുളത്ത് നിന്ന് നമ്മൾ ഒരു യൂട്യൂബിൽ നിന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് എറണാകുളത്ത് നിന്ന് ഒരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരാ എന്താണെന്ന് അറിയില്ല. നമ്മളൊരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചതാണ്. പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു വെച്ചു കേട്ടോ. അതിനൊരുപാട് സന്തോഷം. ഇങ്ങനെ നമ്മളറിയാത്ത ആൾക്കാരൊക്കെ അറിയുന്നതെന്നൊക്കെ അറിയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അന്നേരം പിന്നെ ശാന്തം പണിക്ക് ഒരു ഉച്ചയായിട്ട് വരുമ്പോൾ അതുവരെ കേക്ക് മുറിക്കായിട്ട് നമ്മളെ കുഞ്ഞാപ്പൂ ഒരു സ്വസ്ഥത ഞങ്ങൾക്ക് തന്നിട്ടില്ല കേട്ടോ. ഒരുവിധം ശാന്തം പണി കയറി വന്നിട്ടാട്ടോ ഞങ്ങൾ കേക്ക് മുറിച്ചത്. അന്നേരത്തേക്ക് ഭയങ്കര ഉടുപ്പൊക്കെ മാറ്റിയിട്ടിട്ട് പിന്നെയൊക്കെ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ കേക്കൊക്കെ മുറിച്ചത്. കുഞ്ഞ് കേക്കാണ് കേട്ടോ മേടിച്ചത്. എന്താ വെച്ചാൽ ക്രീം കേക്കല്ലേ, അധികം കഴിക്കുന്നേ നമുക്ക് നല്ലതല്ല, ശരീരത്തിന് വയറിനും നല്ലതല്ല. അന്നേരം കുഞ്ഞ് കേക്കാണ് മേടിച്ചത്. കേക്ക് മുറിച്ച് അവൾ അച്ഛന് കൊടുത്ത് ചേച്ചിമാർക്കൊക്കെ കൊടുത്തു. എല്ലാവരും കേക്കൊക്കെ കഴിച്ച് കുഞ്ഞാപ്പൂന് സന്തോഷമായിട്ട്. അവൾ കുറേ ദിവസമായി പറഞ്ഞു എൻ്റെ കേക്ക് എപ്പോൾ വരും, എൻ്റെ കേക്ക് എപ്പോൾ വരും. അവൾക്ക് എന്തോ വലുതോ ചെറുതോ അങ്ങനെയൊന്നുമില്ല, അവൾക്കൊരു ക്രീം കേക്ക് കിട്ടിയാൽ മതി. പിന്നെ കേക്ക് നല്ല കേക്കായിരുന്നു കേട്ടോ, ബട്ടർ കേക്കാണ്. അന്നേരം നല്ല കേക്കായിരുന്നു കേട്ടോ. തലപ്പുഴയിൽ തന്നെ മേടിച്ചത്. നല്ല അടിപൊളി കേക്കായിരുന്നു. ഓവറായിട്ടൊന്നും ഉണ്ടായില്ല. നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ കേക്ക്. നമുക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. അന്നേരം നമ്മൾ ആദ്യമായിട്ടാണ് അവിടുന്ന് കേക്ക് മേടിക്കുന്നത്. പുതിയ ബേക്കറിയാണ് തലപ്പുഴത്തെ കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റുള്ള കേക്കാട്ടോ. കുഞ്ഞാപ്പൂന് സന്തോഷമായി. കേക്കങ്ങ് മുറിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് എല്ലാം സന്തോഷം സമാധാനമായി. അന്നേരം നമ്മൾ ഈ വീഡിയോ ഇന്ന് ഇത്രയേ